കുറച്ച് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം നമ്മുടെ ഗേറ്റിനെ കളർ ഒപ്പിക്കാനുള്ള പരിപാടിയാണ് ഇന്ന് ഞാനും പൊണ്ടാട്ടിയും കൂടെ. ഇപ്പോൾ ഗേറ്റ് ആകെ 2-3 വർഷമായി പെയിൻറ്റ് ചെയ്തിട്ട് അപ്പോൾ പൂപ്പലും തുൻപൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ പൊണ്ടാട്ടിക്ക് ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചുവിനെയും പൊണ്ടാട്ടീനെയും ഗേറ്റിൻ്റെ ഉള്ളിൽ നിർത്തി ഉൾസൈഡ് അടിച്ചോളാൻ പറഞ്ഞു. പുള്ളിക്കാർ പുതിയൊരു തോല് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പുറമേന്ന് പെയിൻറ്റിങ് അങ്ങനെ ഞങ്ങളപ്പുറം കൂടി അടിക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ പെയിൻറ്റ് എടുത്തിട്ട് ഞാൻ 2 ഗേറ്റ് അടിച്ച് തീർത്തിട്ടുണ്ട്. അതേ ഒരാൾ അവിടെ പകുതി ആക്കണുള്ളൂ ഒരു ഗേറ്റിൻ്റെ. അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഗേറ്റ് വലുതാണ്, എന്നായിക്കോട്ടെ. അങ്ങനെ ഏകദേശം ഒരു 6 മണിയോട് കൂടി ഞങ്ങൾ ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനിപ്പിച്ചതിൻ്റെ വീഡിയോ അടുത്തതിലിടാം. പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി കുറച്ച് കൊപ്ര കുത്താണ്ടായിരുന്നു. അപ്പോൾ അതേ കൊപ്ര കുത്താനായിട്ട് മമ്മിയും മോളും കൂടെ കൊപ്ര കുത്തലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ. നല്ല വ്യൂ ആണ്. വൈകുന്നേരം കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. പിന്നെ അതേ നോക്കിയപ്പോഴേക്കും വൈകുന്നേരം നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ആനിവേഴ്സറിയാണ്. നേരെ വിട്ടു സ്കൂളിലേക്ക്. ഇപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും മന്ത്രി നമ്മുടെ രാജ്യം പോയിട്ടാണ്. അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. നല്ല അടിപൊളി പരിപാടി, കുഞ്ഞു കുട്ടികളുടെ പരിപാടിയാണ്. അങ്ങനെ പാട്ട് കേട്ട വഴിക്ക് ഇച്ചമ്മ ഡാൻസ് തുടങ്ങിയിട്ടോ. അപ്പോൾ ഏകദേശം 71ാമത്തെ വാർഷികമാണ് സ്കൂളിൻ്റെ. അപ്പോൾ 71 വർഷമായി സ്കൂളിൽ വന്നിട്ട്. എൻ്റെ അച്ഛൻ പഠിച്ചൊരു സ്കൂളും കൂടിയാണ്. അങ്ങനെ ആദ്യം തന്നെ ഒരു ഡാൻസും, അത് കഴിഞ്ഞ ഒരു പാട്ടും, പിന്നെ മോളുടെ സിംഗിൾ ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്നു സ്റ്റേജ് നിറയെ പന്ത് കളിക്കാർ. എന്തായാലും ഇത് അടിപൊളിയായിട്ടാണ്. പന്ത് വെച്ചിട്ടുള്ള സാമിനാമിൻ്റെ പാട്ട് വെച്ചിട്ടായിരുന്നു ഒരു ഡാൻസ് കളി. ചെക്കന്മാരെന്തായാലും തകർത്തുണ്ട്. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെക്കൻ ഭയങ്കര ഡാൻസ്. ഇപ്പോൾ അത് കൃഷിക്കാരുടെ ഇടയിലായിരുന്നു പുള്ളിയുടെ ഡാൻസ്. ഇപ്പോൾ ചെക്കൻ എന്തായാലും തകർത്തുണ്ട് ഡാൻസിനുള്ളിൽ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പയ്യനാട്ടവൻ. അങ്ങനെ അവൻ്റെ ഡാൻസും കണ്ട് നേരെ നോക്കിയപ്പോൾ ഒപ്പന ടീം എത്തി റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഒപ്പന ടീമിൻ്റെ ഒപ്പന കണ്ടതോടെ സ്റ്റേജ് ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ഡാൻസ്. അത് കേട്ടതോടെ എൻ്റെ മോള് വീണ്ടും സ്റ്റെപ്പ് ഇട്ട് തുടങ്ങി. അപ്പോൾ സ്റ്റേജിൽ കളിക്കുന്ന പിള്ളേരുടെ അതേ സ്റ്റെപ്പ് ഇടാനായിട്ട് ആൾ ശ്രമിക്കുന്നുണ്ട്. ഒരുവിധമൊക്കെ വഴങ്ങി വരുന്നുണ്ട്. എന്തായാലും മോള് ഡാൻസുകാരി ആവും തോന്നുന്നുണ്ട് കണ്ടിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ടീച്ചർമാർ നല്ലൊരു ട്രൈബ്യൂട്ട് തോന്നുന്നുണ്ട്. ടീച്ചർമാർ റിട്ടയർഡ് ആവുന്ന ടീച്ചർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഡാൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. എല്ലാ ടീച്ചർമാരും കൂടെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പ്രോഗ്രാം എന്തായാലും അടിപൊളി. അങ്ങനെ കണ്ണാറ സ്കൂളിലെ പരിപാടിയും കണ്ട് ഞങ്ങളിതേ പുറത്തിറങ്ങി ഒരു ഐസ്ക്രീം കഴിച്ച് നേരെ വീട്ടിലോട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.